സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് വിജയങ്ങളും തോൽവികളും എല്ലാം കണ്ടിട്ടുള്ളതാണ്. അവിടെ നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. അതായത് CPM സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനത്തിലൂടെ അതിൻ്റെ കേഡർ സ്വഭാവം പാലിച്ചുകൊണ്ട് കൃത്യമായ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അത് നന്മയായാലും ശരി തിന്മയായാലും ശരി, ബൂത്ത് തലത്തിൽ എത്തിച്ച് ജനങ്ങളിലേക്ക് അത് പടർത്തുന്നതിനുള്ളൊരു കേഡർ സംവിധാനം CPMനുണ്ട്. അതേസമയത്ത് കോൺഗ്രസ്സിലെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒരു കേഡർ സ്ട്രെങ്തോ കേഡർ രീതിയോ ഒന്നും ആ പാർട്ടിക്കില്ല. കേന്ദ്രം മുതൽ സംസ്ഥാനം വരെയുള്ള അവസ്ഥകൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിക്കുന്നു? അവിടെയാണ് പൊതുജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ആൾട്ടർനേറ്റീവ്, ഒരു ഭരണമാറ്റം അവിടെ സംഭവിക്കുന്നത്. സത്യത്തിൽ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചെയ്തികളെ വെറുക്കുമ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ജനം ആഗ്രഹിക്കുന്നു. അതിനെ വോട്ടാക്കി വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്തവണ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രതീക്ഷയില്ലാത്ത തുടർഭരണവും രീതികളില്ലാത്ത തുടർഭരണവും, അതിനെ തുടർന്ന് അധികാരത്താൽ ഉന്മത്തരായി സകല രാഷ്ട്രീയ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തി കൊള്ള അടിക്കാവുന്ന പരമാവധി കൊള്ളയടിച്ച് രാഷ്ട്രീയ ശൈഥില്യം, അതായത് നേരെ വ്യത്യസ്ത എതിർദിശയിലുള്ള ഒരു പാർട്ടി ബി ജെ പിയുമായി ഡീൽ ഉറപ്പിക്കുകയും അടിസ്ഥാന തത്വങ്ങൾ ബലി കഴിച്ചുകൊണ്ടും അധികാരത്തിൻ്റെ ഉന്മത്തതയിൽ അത് നിലനിർത്താൻ എന്തും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് CPMും അതിൻ്റെ ക്യാപ്റ്റനും തരം താഴ്ന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കുറേയധികം CPMുകാരെ തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. CPMൻ്റെ എന്ന പാർട്ടിയുടെ രക്ഷ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ ഇനിയൊരു തുടർഭരണം വേണ്ട എന്ന് തീരുമാനിച്ച ഇടതുപക്ഷക്കാർ ധാരാളം ഉണ്ടാകും എന്ന് നമുക്ക് സ്വതന്ത്രമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ്സിന് ഇത്തവണ സംഭവിച്ചിട്ടുള്ള ഒരു പ്രത്യേകത, ശക്തനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അതാരാണെന്ന് നമുക്കറിയാം. ഭരണത്തിൻ്റെ ഓരോ വൈകല്യങ്ങളും പുറത്തു കാണിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ആസൂത്രിതമായ മറുപടികൾ നൽകി താൻ UDFനെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് നേരത്തെ കൂട്ടി പ്രഖ്യാപിച്ച് അത് തൻ്റെ ലക്ഷ്യം കൈവരിച്ച ഒരു നേതാവുണ്ടായിരുന്നു എന്നുള്ളത് ഇത്തവണത്തെ UDFൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം ഒരുപാട് അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ ജനങ്ങൾ ഉൾക്കൊള്ളാതിരുന്നതാണോ, അതോ കൊറോണ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെയും കൊറോണ പോലെയുള്ള രോഗങ്ങളെയും കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ CPMന് സാധിച്ചത് കൊണ്ടാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ കേഡർ, കൃത്യമായ താഴെത്തട്ട് വരെയുള്ള കേഡർ സംവിധാനം ഉപയോഗിച്ച് മഹാരോഗങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും നന്നായി മാർക്കറ്റ് ചെയ്യാൻ CPMന് അന്ന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ പൊള്ളത്തരങ്ങൾ പലതും നമ്മൾ മനസ്സിലാക്കിയത് പിന്നീടാണ്. വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള കേന്ദ്രം ഉൾപ്പെടെയുള്ള
ഭരണത്തിൻ്റെ നടപടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്, അവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും തുടർഭരണം വരികയും അതിൻ്റെ സകല ഹുങ്ക് ഉപയോഗിച്ച് ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകളെയും കാറ്റിൽ പറത്തി ജനാധിപത്യ സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കി, PSC ഉൾപ്പെടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കി, പിന്നാമ്പുറ നിയമനങ്ങളും മറ്റുമായി PSC ലിസ്റ്റിലുള്ളവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇഴയേണ്ട അവസ്ഥ പലപ്പോഴും വരുന്ന രീതിയിൽ, അതുപോലെ എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളും, മനുഷ്യാവകാശ കമ്മീഷനായാലും ഒന്നും ഇടപെടാൻ കെൽപ്പില്ലാത്ത, ബാലാവകാശ കമ്മീഷനാണെങ്കിൽ കൊടിയേരിയുടെ അടുക്കളയിൽ വരെ വരുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് മാറ്റി. ഇനി അമ്പലങ്ങളിലെ സ്വർണത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. ഇനിയൊരു തുടർഭരണം കൂടെ കിട്ടുകയായിരുന്നെങ്കിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ B നിലവറ പോലും ചിലപ്പോൾ ബാക്കിയുണ്ടായിരുന്നു വരില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച ആ സമരനായകൻ തന്നെ മുഖ്യമന്ത്രി ആകേണ്ടതല്ലേ? വേറൊരു ഓപ്ഷനെ കുറിച്ച് ചർച്ച പോലും വരാൻ പാടുണ്ടോ? അങ്ങനെ ചർച്ച വന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കേഡർ സ്ട്രെങ്ത് ഇല്ലായ്മയുടെയും അച്ചടക്കമില്ലായ്മയുടെയും വേണ്ട രീതിയിലുള്ള ആസൂത്രണമില്ലായ്മയുടെയും ഒരു ഉദാഹരണം തന്നെയായിട്ടേ അതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പൊതുജനം കാണുന്നതല്ലേ? 5 വർഷം അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ പൊതുജനം കാണുന്നതല്ലേ? ഒരു അതർ ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മാന്യതയാണോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നു? ജനങ്ങളെ നയിച്ച പടനായകൻ തന്നെ ഭരണത്തിലും ജനങ്ങളെ നയിക്കണം. പ്രതിപക്ഷത്തിരുന്ന് നയിച്ച ആൾ തന്നെ, വിജയിച്ച ആൾ തന്നെ ഭരണത്തിൽ നയിക്കണം. അത് സ്വാഭാവിക നീതിയല്ലേ? അദ്ദേഹം ജാതി മത സംഘടനകളെ തീർത്തും അകറ്റി നിർത്തി വളരെ കൃത്യമായ സ്വതന്ത്രമായൊരു നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ അതിൽ പലർക്കും അസ്വസ്ഥമുണ്ടാകാം. അപ്പോൾ ഇത്തരം ബാലിശമായ വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് യഥാർത്ഥ സമരനായകനെ നമ്മുടെ കേരളത്തിൻ്റെ നായകനാക്കി തിരഞ്ഞെടുക്കേണ്ടത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെയും UDFൻ്റെയും വളരെ തികഞ്ഞ ഒരു ജനാധിപത്യ മര്യാദയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.